നമുക്കിപ്പം പിയാസുനിൽ കൂടി പങ്കുചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി കഴിഞ്ഞ 35 ദിവസങ്ങളിലായി ഡൽഹിയിൽ നടന്ന ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധങ്ങൾ നമ്മൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന എല്ലാ സംഭവ വികാസങ്ങളും ജന്തർ മന്ദർ മുതൽ പ്രധാനമന്ത്രിയുടെ വസതി, ഗാന്ധി സ്മൃതി അടക്കം എല്ലാ ഇടങ്ങളിലും നടന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോയാണ്. അവസാന നിമിഷം പിയാസുനിലും ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം ചേർന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പിയാസുനിലൂടെ കൂടിയാണ് പ്രേക്ഷകർ അറിഞ്ഞത്. പിയാസുനിൽ നമുക്കൊപ്പമുണ്ട്. പിയാസുനിൽ ആ അവസാനത്തെ നിമിഷം ഈ കർഷക സമരത്തിന് മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കുന്നതിനേക്കാൾ ലൈവായി ഈ വിവരം അറിഞ്ഞ് ആ സമരം അവസാനിപ്പിച്ച് CJP പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം നേരിട്ട് കണ്ടയാളാണ് പിയാസുനിൽ. എന്താണ് തോന്നുന്നത്? സർക്കാർ തോറ്റോടി എന്നാണോ? തീർച്ചയായും ഈ സമരത്തിന് മുന്നിൽ വിറച്ചുപോയി മോദി സർക്കാർ എന്ന് തന്നെ പറയാം. ഈ കർഷക സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കർഷക സമരത്തിൽ 3 കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ദിവസം ആ കർഷക സമരം നടന്ന സിംഗു അതിർത്തിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കർഷകരുടെ ആ സന്തോഷം കണ്ടതാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ യുവാക്കളുടെ പ്രതിഷേധം, അവരുടെ അമർഷത്തിന് മുന്നിൽ അതേ മോദി സർക്കാർ വിറച്ചുപോയൊരു നിമിഷം കൂടി നമ്മൾ കാണുകയാണ്. നമുക്ക് ഈ സമരത്തെ നമ്മൾ കാണേണ്ടത്, ഈ സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിനിറം വെച്ച് തുടങ്ങിയ സമരമല്ല. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടം എന്നത് വിദ്യാർത്ഥികൾ സ്വയം ഏറ്റെടുത്തതാണ്. ഈ സമരത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ജൂൺ 6-ാം തീയതി അഭിജിത് ദീപ് കെ അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതിനായുള്ള സമരം തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ആരും അഭിജിത് ദീപ് കെ മൈൻഡ് ചെയ്തു പോലുമില്ല. ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സംപ്രേഷണവും നടത്തിയില്ല. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അന്ന് 10, 15, 20, 50 പേരുമായി തുടങ്ങിയ ഒരു സമരമാണ്. ആദ്യമൊക്കെ തന്നെ ഇതിനെ അവഗണിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ജൂലൈ 20 പാർലമെന്റ് മാർച്ചോടുകൂടി ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറി എന്നുള്ളതാണ്. ആ സമരത്തെ എങ്ങനെയാണ് ഡൽഹി പോലീസും കേന്ദ്രസേനയും കൈകാര്യം ചെയ്തത് എന്നത് രാജ്യം മുഴുവൻ കണ്ടു. ഇതോടുകൂടി ആ സമരത്തിന് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം കൈവന്നു. സമരം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പടർന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ജന്തർ മന്ദറുകൾ ഉണ്ടായി. അവിടെയൊക്കെ തന്നെ വലിയ സമരങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ ആ സമര മുന്നേറ്റത്തിൽ BJP പതറി. BJPക്കുള്ളിൽ വലിയ ഭിന്നതയുണ്ടായി. NDA സഖ്യത്തിനകത്ത് വലിയ ഭിന്നതയുണ്ടായി. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ തന്നെ 2 അഭിപ്രായമുണ്ടായി. അങ്ങനെ തോറ്റോടേണ്ട അവസ്ഥയിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടെത്തിച്ചൊരു സമരമാണ് ഇത്. നോക്ക്, ഈ സമരം നടക്കുന്ന ഒരു സാഹചര്യം നോക്കൂ. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റാണ് ലോക്സഭയിൽ BJPക്ക് കിട്ടിയത്. ഒറ്റ പാർട്ടി വലിയൊരു വിജയം നേടിയൊരു സാഹചര്യം BJPയെ സംബന്ധിച്ചില്ല. ഒരു അപ്രമാദിത്വം ആ നിലയിൽ BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞില്ല. ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP വലിയ വിജയമാണ് കൈവരിച്ചത്. ഹരിയാന ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, ഇനി പശ്ചിമ ബംഗാൾ പിടിച്ചെടുത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അവിടെ നിന്ന് വലിയ ആത്മവിശ്വാസത്തിൽ നമ്മൾ കാണണം, പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനായി തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി തൃണമൂൽ കോൺഗ്രസിലെ 20 MPമാരെ സർക്കാരിനൊപ്പം ചേർക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെ ശിവസേനയെ പിളർത്തുന്നു, NCPയെ പിളർത്തുന്നു. അങ്ങനെ ഏത് വിധേനയും പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള വലിയ രാഷ്ട്രീയ നീക്കം പാർലമെന്റിൽ നടത്തുന്നതിനിടയിലാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള യുവാക്കളുടെ പ്രതിരോധമുണ്ടാകുന്നത്. BJPയുടെ ആ കണക്കുകൂട്ടലുകളെല്ലാം പൊളിച്ചെഴുതിയ ഒരു സമരമാണിത്. ഈ സമരം BJPക്ക് നൽകുന്നത് വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ഇതിവിടെ തീരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതൊരു വിദ്യാഭ്യാസ മേഖലയിലെ മാത്രം പ്രശ്നമല്ല. ഈ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടത് ഒരു 20-30% അവിടെ എത്തിയ മൊത്തം വിദ്യാർത്ഥികളിൽ 20-30% അല്ലെങ്കിൽ 40% വിദ്യാർത്ഥികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം മാത്രമല്ല, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി രാജ്യത്ത് അതിതീവ്രമായി വരികയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇനി ഈ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടാമത്തെ വിഷയം, റിപ്പോർട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആ ഒഴിവിലേക്ക് ഇപ്പോൾ പുതിയ മന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രഹ്ലാദ് ജോഷി പുതിയ
വിദ്യാഭ്യാസ മന്ത്രിയാകും എന്ന വിവരം ഡൽഹിയിൽ നിന്ന് വരുന്നു. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, ഈ രാത്രിയിൽ തന്നെ തീരുമാനമായോ? നമ്മൾ കരുതിയത് പ്രധാനമന്ത്രി തന്നെ കുറച്ചു ദിവസം ഈ പോർട്ട്ഫോളിയോ കയ്യിൽ വയ്ക്കുമെന്നാണ്. എന്താണ് തീരുമാനം? അരുൺ, പുതിയ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി ആകും എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. ധർമ്മേന്ദ്ര കഴിഞ്ഞ മണിക്കൂർ പിന്നിടുമ്പോഴാണ് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരം പുറത്തേക്ക് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പ്രഹ്ലാദ് ജോഷി കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതോടൊപ്പം തന്നെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം. ഇനിയിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും BJP നേതൃത്വം കടന്നിരിക്കുന്നു, കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നു. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും ആരംഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രഹ്ലാദ് ജോഷി, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ പിന്തുടർച്ചയായി അദ്ദേഹത്തിന്റെ ആ പദവികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ വടക്കം ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രഹ്ലാദ് ജോഷി കേന്ദ്രമന്ത്രി ആകും, അദ്ദേഹം വിദ്യാഭ്യാസത്തിന് മന്ത്രി ആകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രഹ്ലാദ് ജോഷി എന്താണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ആകുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട അപ്രത്യക്ഷ നീക്കമാണ്. കാരണം ഈ വകുപ്പ് ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ കൈവശം വെച്ചുകൊണ്ട് PMOയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന അടക്കം ചില അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനെ ഈ പറഞ്ഞ വകുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുമെന്നൊക്കെ ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത്തരത്തിൽ ഒരു നീക്കവും ഉണ്ടായില്ല. പകരം പ്രഹ്ലാദ് ജോഷിയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് BJP നേതൃത്വവും കേന്ദ്ര സർക്കാരും എത്തിയിരിക്കുന്നു. ആ തീരുമാനം ഏറെക്കുറെ നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഒരു ഔദ്യോഗികമായ ചുമതല ഏറ്റെടുക്കൽ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ മന്ത്രിസഭയിൽ മന്ത്രി കൂടിയാണ് പ്രഹ്ലാദ് ജോഷി. അദ്ദേഹം നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, കേന്ദ്ര സർക്കാരിന്റെ മോദി അടക്കമുള്ള ആളുകളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. എന്താണെങ്കിലും ഇപ്പോൾ പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി ആകുമെന്ന വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം നിതിൻ നവീൻ അടക്കമുള്ള BJPയുടെ ദേശീയ അധ്യക്ഷനൊപ്പം JP നദ്ദ അടക്കമുള്ള ആളുകൾ ചേർന്നെടുത്ത തീരുമാനമാണ് എന്നുകൂടി അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഏറെക്കുറെ ഇന്നിപ്പോൾ ഉച്ചയോടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി വന്നത്. അതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ പ്രഹ്ലാദ് ജോഷിയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കും എന്നാണ് അരുൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ധർമ്മേന്ദ്ര പ്രധാനു പകരം പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രിയുടെ പദത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നോബൽ ബാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ PR സുനിലുണ്ട്. PR സുനിൽ, ഈ വാർത്തയും നമ്മൾ ആദ്യം അറിയിക്കുന്നു പ്രേക്ഷകരെ. പ്രഹ്ലാദ് ജോഷിയാണ്, നമ്മൾ കരുതിയതുപോലെ പ്രധാനമന്ത്രിയല്ല വിദ്യാഭ്യാസ മന്ത്രി പദവി കുറച്ച് ദിവസം കൈവശം വയ്ക്കുക. ഇന്ന് രാത്രിയിൽ തന്നെ തീരുമാനമായിരിക്കുന്നു. പ്രഹ്ലാദ് ജോഷിയെ മന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നു. ആ നീക്കവും വളരെ എളുപ്പമാണ്. കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിയുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് തന്നെ കണക്കാക്കാം. പ്രഹ്ലാദ് ജോഷി മികച്ച ഒരു മന്ത്രിയാണ്. അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള BJP നേതാവാണ്. രണ്ടാം മോദി സർക്കാരിൽ പ്രഹ്ലാദ് ജോഷി പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു. മോദിക്കൊപ്പവും അതുപോലെ തന്നെ അമിത്ഷായ്ക്കൊപ്പവും തന്നെ നിന്ന് പ്രവർത്തിച്ച മോദിയുടെ വലങ്കൈ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവ് കൂടിയാണ്. RSSനും ഏറ്റവും അടുത്ത ഒരു നേതാവാണ് പ്രഹ്ലാദ് ജോഷി. ഇപ്പോൾ അദ്ദേഹം കൺസ്യൂമർ അഫയേഴ്സ് മന്ത്രിയാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടാത്ത മികച്ച മന്ത്രി എന്നൊക്കെ തന്നെ മോദി സർക്കാരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ് പ്രഹ്ലാദ് ജോഷി. അപ്പോൾ പ്രഹ്ലാദ് ജോഷിയെ തന്നെ ഈ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രഹ്ലാദ് ജോഷി ഈ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇനി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ സംഭവിച്ച തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുക എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി തുടർന്ന് അങ്ങോട്ട് ഒരുപാട് നടപടികൾ സ്വീകരിക്കണം. പുതിയ ബില്ല് പാർലമെന്റിൽ വരാൻ പോകുന്നു. ആ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഇനി പിഴവുകളില്ലാതെ മുന്നോട്ട് പോവുക എന്ന വലിയ വെല്ലുവിളിയുണ്ട്. ഏതായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി BJPക്ക് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിരിക്കുന്നത് വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്, ജനാധിപത്യ മര്യാദ എന്താണ്, ധാർമ്മികത എന്താണ് എന്നതൊക്കെ തന്നെ തെരുവിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ, ഈ യുവാക്കൾ
കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പഠിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നോക്കൂ, ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥികളുടെ സമരം ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നത് കൊണ്ട്, പക്ഷേ ജൂൺ 6 മുതൽ ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ച ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സമരത്തിന് തുടക്കത്തിൽ കോൺഗ്രസ് പിന്തുണയെ നൽകിയിരുന്നില്ല. സമരത്തിന്റെ അവസാന ഘട്ടത്തിലാണ്, അതായത് പാർലമെന്റിലേക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ യുവാക്കൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചതിന്റെ തലേ ദിവസം മാത്രമാണ് കോൺഗ്രസ് വക്താവായ പവൻ ഖേര ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ നിലയിലാണ് കോൺഗ്രസ് പോലും ഇതിനെ കൈകാര്യം ചെയ്തത്. പിന്നീട് കോൺഗ്രസിന് പോലും ഈ വിദ്യാർത്ഥികളുടെ ശബ്ദം ഏറ്റെടുക്കേണ്ടി വന്നു. ആ ശബ്ദം പിന്നീട് പാർലമെന്റിലേക്ക് ഉയർത്തേണ്ടി വന്നു. ആ ശബ്ദം ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടി ശബ്ദമായി മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പാഠം തന്നെയാണ് ഈ സമരം നൽകുന്നത്. പണമല്ല, ജനമാണ് ഏറ്റവും വലുത് എന്ന വലിയ സന്ദേശം ഈ സമരം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും നൽകുന്നു. ഓക്കെ. Meet the editors.